Dear students, once again welcome back to economics class. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്കണോമിക്സിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് ഇന്ത്യൻ എക്കണോമിയും അതുപോലെ തന്നെ ദാരിദ്ര്യവും തമ്മിലുള്ള ബന്ധമൊക്കെയാണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയിൽ ഈ ഒരു സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം എങ്ങനെയാണ് കുറേയധികം ജനത ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയത്, അതിൻ്റെ കണക്കുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഓക്കെ, 1970കളുടെ മധ്യത്തിൽ ദാരിദ്ര്യം 54% 2000 ആയപ്പോഴേക്കും പകുതിയോളം കുറഞ്ഞ് 26% എത്തി. ഗ്രാമീണ ദാരിദ്ര്യം ഇപ്പോൾ നാഗരിക ദാരിദ്ര്യത്തെക്കാൾ കൂടുതലായിരുന്നു. 1977-78 മുതൽ 1983 വരെയുള്ള കാലത്താണ് ദാരിദ്ര്യത്തിൽ ആദ്യമായി ഗണ്യമായ ഇടിവുണ്ടായത്. 1993-94 99-2000 ഇടയ്ക്കുള്ള കാലത്താണ് ദാരിദ്ര്യത്തിൽ ഏറ്റവും അധികം കുറവുണ്ടായത്. ഈ കാലയളവിൽ ദാരിദ്ര്യം ഏതാണ്ട് 10% കുറഞ്ഞു. അപ്പോൾ ഇതിനർത്ഥം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്ന് ഇന്ത്യൻ എക്കണോമിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ദാരിദ്ര്യത്തിൽ ഗണ്യമായിട്ടുള്ള ഒരു കുറവ് ഇന്ത്യൻ എക്കണോമിയിൽ കണ്ടു തുടങ്ങി. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു ദാരിദ്ര്യത്തിന്, ഇന്ത്യൻ എക്കണോമിയിൽ ദാരിദ്ര്യം ഉണ്ടാവാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ ഇന്ത്യൻ എക്കണോമിയെ കുറേയധികം ഇത്രയധികം ആളുകൾ ഇന്ത്യൻ എക്കണോമിയിൽ ദാരിദ്ര്യത്തിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യങ്ങൾ അത് നമുക്ക് ആദ്യമായിട്ട് പരിചയപ്പെടാം. ദാറ്റ് ഈസ് കോസസ് ഓഫ് പോവർട്ടി. ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഡിസ്ട്രോയ്ഡ് ഇന്ത്യാസ് ഫ്ലറിഷിംഗ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി. ഓക്കെ, ബ്രിട്ടീഷേഴ്സ് ഇന്ത്യൻ എക്കണോമിയിൽ റൂളിംഗ് നടത്തുന്ന സമയത്ത് പ്രധാനമായിട്ടും ചെയ്തിരുന്നത് ഇന്ത്യൻ എക്കണോമിയെ ഒരു റോ മെറ്റീരിയൽസിൻ്റെ കേന്ദ്രമായിട്ട് കണക്കാക്കുകയായിരുന്നു. ഇവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ധാരാളമായിട്ട് ബ്രിട്ടീഷ് എക്കണോമിയിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ട് അവർ അവിടെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആക്കി മാറ്റിയിട്ട് അത് ഇന്ത്യൻ എക്കണോമിയിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അത് കൂടുതൽ വിലയ്ക്ക് ഇത്തരത്തിൽ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഇന്ത്യൻ എക്കണോമിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷേഴ്സ് ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന ബ്രിട്ടീഷ് റൂള് ഇന്ത്യൻ എക്കണോമിയിലെ ഈ ഒരു ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി, കരകൗശല വ്യവസായത്തെ ആകെ ബ്രിട്ടീഷുകാർ നശിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ വന്ന ഈ ഒരു വ്യവസായ നശീകരണ നയം, ദാറ്റ് ഈസ് ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ, അത് നമ്മളുടെ എക്കണോമിയിലെ കുറേയധികം ജനങ്ങളെ അൺഎംപ്ലോയ്മെൻറ്റിലേക്ക് അതുപോലെ തന്നെ പോവർട്ടിയിലേക്ക് നയിച്ചു. അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലില്ലായ്മയിലേക്കും ദാരിദ്ര്യത്തിലേക്കും നയിച്ചു. അപ്പോൾ ഈ ബ്രിട്ടീഷേഴ്സിൻ്റെ ഈ ഒരു റൂൾ അല്ലെങ്കിൽ ഈ ഒരു നടപടിയാണ് പ്രധാനമായിട്ടും ഈ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന കുറേയധികം ജനതയെ ദാരിദ്ര്യത്തിലേക്കും അൺഎംപ്ലോയ്മെൻറ്റിലേക്കും നയിച്ചത്. ദെൻ the tenants, subtenants and agricultural workers who worked under zamindars were exploited and impoverished. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന ജമീന്ദാരി സമ്പ്രദായം ഒരു വിഭാഗം വൻകിട ജമീന്ദാർമാരെ ഭൂ ഉടമകളാക്കി തീർക്കുകയും കീഴ്ക്കുടിയാന്മാർ, കർഷക തൊഴിലാളികൾ എന്നിവരെയെല്ലാം ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്തു. ഇത് ജനങ്ങളാകെ ദാരിദ്ര്യത്തിലാഴ്ത്തി. നമുക്കറിയാം, ബ്രിട്ടീഷ് എക്കണോമിയിൽ ജമീന്ദാരി സിസ്റ്റം നിലനിന്നിരുന്നു അല്ലേ. ബ്രിട്ടീഷുകാർ കുറേയധികം ലാൻഡ് ഓൺ ചെയ്ത് വയ്ക്കുകയും അതിൽ കുടിയാന്മാരായിട്ടുള്ള താഴെ തട്ടിൽ നിൽക്കുന്ന ജനങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് പാട്ടം പിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു റൂള് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു അഗ്രികൾച്ചറൽ വർക്കേഴ്സ്, ഈ ടെനൻസ്, സബ് ടെനൻസിന് ഇവരെയൊക്കെ നന്നായിട്ട് ചൂഷണം ചെയ്തു. ദേ വർ എക്സ്പ്ലോയിറ്റഡ് ആൻഡ് ഇംപോവറിഷ്ഡ് അല്ലേ. ഇത് അവരെ ദാരിദ്ര്യത്തിലേക്ക് നയിച്ചു. ദ ലാൻഡ് റിഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ വർ സക്സസ്ഫുൾ ഓൺലി ഇൻ എ ഫ്യൂ സ്റ്റേറ്റ്സ്. ഓക്കെ, നമ്മളുടെ ഇന്ത്യൻ എക്കണോമിയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഭൂപരിഷ്കരണ നിയമം അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നിയമം, അതായത് ജമീന്ദാരിൽ നിന്നൊക്കെ ഭൂമി ഏറ്റെടുത്തിട്ട് അത് സാധാരണ ജനങ്ങളിലേക്ക് നൽകുന്ന ആ ഒരു സമ്പ്രദായം, ആ ഒരു പരിഷ്കരണം, അത് ചില സംസ്ഥാനങ്ങളിൽ കൃത്യമായിട്ടുള്ള ആ ഒരു എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് നടപ്പിലാക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അത്തരം സ്റ്റേറ്റുകളിൽ ഈ ദരിദ്രർ എന്നും ദരിദ്രരായിട്ട് തന്നെ നിലനിന്നു. ഇൻ മോസ്റ്റ് സ്റ്റേറ്റ്സ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് പ്രിവെൻറ്റഡ് റിഫോംസ്. ദെൻ എ സൈസബിൾ സെക്ഷൻ ഓഫ് റൂറൽ പുവർ ഇൻ ഇന്ത്യ ആർ സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്. Their land is not fertile and is dependent on rains. ഓക്കെ, ഇന്ത്യയിൽ കുറേയധികം ഗ്രാമീണ മേഖലയിലുള്ള ദരിദ്രരുടെ ഒരു പ്രത്യേകതയാണ് അവരുടെ കയ്യിലുള്ള ലാൻഡിൻ്റെ പ്രത്യേകത എന്താണ്? കുറച്ച് ലാൻഡേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ദേ ആർ മാർജിനൽ ഫാമേഴ്സ്. വലിയൊരു ഭാഗം ചെറുകിട സീമാന്ത കൃഷിക്കാരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കുറച്ച് മാത്രം കൃഷി ചെയ്യുന്ന ആളുകളായിരുന്നു.
ഓക്കെ, അവരുടെ ഭൂമി ഒരിക്കലും ഫലഭൂയിഷ്ഠമായിരുന്നില്ല. ദെയർ ലാൻഡ് ഈസ് നോട്ട് ഫെർട്ടൈൽ ആൻഡ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ റെയിൻസ്. പ്രധാനമായിട്ടും മഴയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കൃഷി ചെയ്തിരുന്ന കൃഷിയിടങ്ങളായിരുന്നു. ദിസ് ലാൻഡ് ഹാസ് ബീൻ ഗെറ്റിംഗ് സ്മോളർ ആൻഡ് സ്മോളർ ഡ്യൂ ടു subdivision fragmentation. Income from these small plots are insufficient to earn a comfortable living. ദ റിസൾട്ട് ഈസ് പോവർട്ടി. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഭൂമിയിൽ കൃഷി ചെയ്യുന്നതെന്ന് പറയുന്നത് എന്താണ്? വീണ്ടും ഇത് ആളുകളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. കാലം ചെല്ലുന്തോറും ഈ ഭൂമി വീണ്ടും വിഭജിക്കുന്ന ആ ഒരു അവസ്ഥയൊക്കെ നിലവിൽ വന്നു. ഇതിൻ്റെ ഫലമായിട്ട് എന്താണ്, ചെറിയ ചെറിയ ലാൻഡുകളായിട്ട് അത് മാറുകയും ഈ തുണ്ടുഭൂമികളിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഒരാൾക്ക് ജീവിക്കാനാവില്ല എന്നൊരവസ്ഥയും നിലനിന്നു. അപ്പോൾ അതിൻ്റെ ഭാഗം എന്താണ്, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അവരെ അതിൻ്റെ ഓണേഴ്സായിട്ടുള്ള ആളുകളെ ദാരിദ്ര്യത്തിലേക്ക് അത് നയിക്കും. ഓക്കെ, then in recent times, due to fast growth in industries and services, many new employment opportunities have been generated in those sectors. But to exploit these opportunities, people should have training, education and skills. Some prominent segments of the poor, like members of the SCs and STs, do not have these skills and capabilities. Therefore, they remain poor. That is another point. ഈ ഇന്ത്യൻ ജനതയെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കാനുണ്ടായ മറ്റൊരു കാരണമാണ് ഇവിടെ പറഞ്ഞത്. അടുത്ത കാലത്ത് വ്യവസായ സേവന മേഖലകളിൽ അതിവേഗത്തിലുള്ള വളർച്ചയുണ്ടായി. തന്മൂലം ആ രണ്ടു മേഖലകളിലും ഒട്ടേറെ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. ഈ അവസരം പ്രയോജനപ്പെടുത്തണമെങ്കിൽ വിദ്യാഭ്യാസം, വൈദഗ്ധ്യം, പരിശീലനം എന്നിവ ആവശ്യമായിരുന്നു. എന്നാൽ ഈ വൈദഗ്ധ്യവും കഴിവുമുള്ളവർ കുറവായിരുന്നു. പട്ടികജാതിക്കാർ, പട്ടികവർഗ്ഗക്കാർ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കിടയിൽ വിദ്യാഭ്യാസവും വൈദഗ്ധ്യവും കുറവായിരുന്നു. അതിനാൽ ജനങ്ങളിൽ വലിയൊരു ഭാഗം ദരിദ്രരായി തീർന്നു. ഓക്കെ, ഇതിൽ പറയുന്നത് ഇത്ര മാത്രമാണ്. അവിടെ കുറേയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻഡസ്ട്രീസ് ആൻഡ് സർവീസസ് ഉണ്ടായെങ്കിൽ പോലും അവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായ ആളുകളെ മാത്രമായിരുന്നു, സ്കിൽസൊക്കെ ഉള്ള ആളുകളെ മാത്രമായിരുന്നു ഇവർക്ക് ആവശ്യമുണ്ടായിരുന്നത്. ഈ താഴേക്കിടയിൽ കിടക്കുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റിലും അതേപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്സിലും പെടുന്ന ആളുകൾക്കൊന്നും ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങോ അതേപോലെ തന്നെ സ്കിൽസോ എഡ്യൂക്കേഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അവരെപ്പോഴും ദരിദ്രരായിട്ട് തന്നെ നിലനിന്നു. ഓക്കെ, then the poor and unemployed migrate from rural areas to urban areas in search of jobs. They get only part-time jobs or seasonal jobs or remain casual laborers with low income. ഓക്കെ, നഗരങ്ങളിലെ ദാരിദ്ര്യത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? ഗ്രാമങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം. ഗ്രാമങ്ങളിലെ ദരിദ്രരും തൊഴിൽ രഹിതരും തൊഴിൽ തേടി നഗരങ്ങളിലെത്തുന്നു. പക്ഷേ അവർക്ക് ചില കാലത്ത് മാത്രം സീസണൽ ജോബ്സ് മാത്രമായിരിക്കും അവർക്ക് ലഭിക്കുക, അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബ്സ് മാത്രമായിരിക്കും അവർക്ക് ലഭിക്കുക. തുച്ഛമായ വരുമാനം കൊണ്ട് അവർ പട്ടിണിയും പരിവട്ടവുമായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഗ്രാമീണ മേഖലയിൽ നിന്ന് നഗരമേഖലയിലേക്ക് ജോലി തേടിയിട്ട് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവിടെ ട്രെയിനിങ്ങിൽ കുറവ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇല്ലായ്മ, ഇതിൻ്റെയൊക്കെ കാരണം കൊണ്ട് ചെറിയ ചെറിയ ജോലികൾ, പാർട്ട് ടൈം ജോബ്സ് മാത്രമാണ് അവർക്ക് ലഭിച്ചിരുന്നത്. അപ്പോൾ ഇത് വീണ്ടും അവരെ ദാരിദ്ര്യത്തിലേക്ക്, ചെറിയ വേതനത്തിൽ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അത് അവരെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഇതല്ലാതെ കുറേയധികം ഈ ഒരു കാരണങ്ങൾ കൊണ്ട് ഇന്ത്യൻ എക്കണോമിയിൽ ഈ ഒരു ദാരിദ്ര്യം ഇന്നും നിലനിന്ന് പോയിരുന്നു. അതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് സാമൂഹികമായിട്ടുള്ള കാരണങ്ങൾ, സാമ്പത്തിക കാരണങ്ങൾ, രാഷ്ട്രീയ അസമത്വങ്ങൾ, അതേപോലെ തന്നെ സാമൂഹ്യ ബഹിഷ്കരണങ്ങൾ, തൊഴിലില്ലായ്മ, കടബാധ്യത, ഇവയൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഈ ഒരു ദാരിദ്ര്യത്തിനുള്ള കാരണങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഈസ് ലോ ഇൻകം, കുറഞ്ഞ വരുമാനം എന്ന് പറയുന്നതാണ്. വളരെ പരിമിതമായ വരുമാനം മാത്രമുള്ളതിനാൽ ജീവിതത്തിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനുള്ള കഴിവ് പോലും ജനങ്ങൾക്ക് ഇല്ലാതാകുന്നു. ഓക്കെ, പോവർട്ടി ഈസ് കോസ്ഡ് ബൈ ദ ഇന്നബിലിറ്റി ടു അക്വയർ ദ മിനിമം റിക്വയർമെൻറ്റ്സ് ഓഫ് ലിവിങ് ഡ്യൂ ടു ലോ ഇൻകം. കുറഞ്ഞ വരുമാനം കൊണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനില്ലാത്തൊരവസ്ഥ, അത് ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നു. ഓക്കെ, ദെൻ അടുത്ത ഒരു കാരണം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് അസറ്റ്സ്, ആസ്തി ഇല്ലായ്മ എന്നാണ് അതിന് പറയുന്നത്. പുവർ പീപ്പിൾ ഡു നോട്ട് ഹാവ് ദ ഫിസിക്കൽ, നാച്ചുറൽ, ഹ്യൂമൻ ഓർ ഫിനാൻഷ്യൽ അസറ്റ്സ് ദാറ്റ് ക്യാൻ ജനറേറ്റ് ഇൻകം. An educated person with skill can earn income. A person with an asset like land can earn income. Lack of these asset causes poverty. ഓക്കെ, ഈ ആസ്തിയില്ലാത്ത ആളുകൾ എന്താണ്, സ്വാഭാവികമായിട്ടും അവർ ദരിദ്രരായിട്ട് മാറുകയാണ് ചെയ്യുക.
വരുമാനമുണ്ടാക്കാൻ ആവശ്യമായ ഭൗതികമോ പ്രകൃതിദത്തമോ മാനുഷികമോ ധനപരമോ ആയ ആസ്തികളൊന്നും ഇല്ലാത്തതിനാൽ ജനങ്ങൾ ദരിദ്രരാകുന്നു. വിദഗ്ധനായ വിദ്യാസമ്പന്നനായ ഒരാൾക്ക് ജീവിക്കാൻ വേണ്ട വരുമാനം ഉണ്ടാക്കാൻ കഴിയും. ഭൂമി പോലെ എന്തെങ്കിലും ആസ്തിയുള്ള ഒരാൾക്ക് വരുമാനം ഉണ്ടാക്കാം. ഇതൊന്നുമില്ലാത്തവരെന്നും എന്താണ് ദരിദ്രരായിട്ട് നിലനിൽക്കുന്നു. ഓക്കെ, ദെൻ മറ്റൊന്നാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടുള്ളൊരു കാരണം തന്നെയാണ്, തൊഴിലില്ലായ്മ. ഓക്കെ, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ലീഡ് ടു ലോ ഇൻകം ആൻഡ് പോവർട്ടി. തൊഴിലില്ലായ്മയും വേണ്ടത്ര തൊഴിൽ കിട്ടാത്തതും വരുമാനത്തിൽ കുറവുണ്ടാക്കും. അത് ദാരിദ്ര്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ദെൻ മറ്റൊരു കാരണം, ഈ ഒരു ഇന്ത്യൻ ദാരിദ്ര്യത്തിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇനീക്വാളിറ്റീസാണ്, അസമത്വം. സാമൂഹ്യമായ കടുത്ത അസമത്വം ദാരിദ്ര്യത്തിന് കാരണമാണ്. പട്ടികജാതിക്കാരിലും പട്ടികവർഗ്ഗക്കാരിലും മഹാഭൂരിപക്ഷവും അതിദരിദ്രരാണ്. ലിംഗഭേദ അസമത്വത്തിൻ്റെ ഫലമായി ദാരിദ്ര്യത്തിൻ്റെ ഭാരം മുഴുവൻ പേറുന്നത് സ്ത്രീകളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം പലതരത്തിലുള്ള ഇനീക്വാളിറ്റീസ് നമ്മളുടെ എക്കണോമിയിൽ നിലനിൽക്കുന്നുണ്ട് അല്ലേ. ഇൻകം ഇനീക്വാളിറ്റി, അതേപോലെ തന്നെ കാസ്റ്റ് അല്ലേ, കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇനീക്വാളിറ്റി, അതേപോലെ തന്നെ ജെൻഡർ ഇനീക്വാളിറ്റി, ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന അസമത്വങ്ങളൊക്കെ എന്താണ് ദാരിദ്ര്യത്തിലേക്ക് വഴിവെക്കുന്നത്. നമുക്കറിയാം ഈ ഒരു വിഭാഗം ജനങ്ങളെ തഴയപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു തരത്തിലും എന്താണ് മുൻനിരയിലേക്ക് വരാൻ സാധിക്കാതെ വരുന്നു. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ജോലി ലഭിക്കാത്ത ആളുകളായിട്ട് മാറും. ദെൻ ഇനീക്വാളിറ്റീസ് ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നു. ദെൻ മറ്റൊരു കാരണമാണ് ഐസൊലേഷൻ ആൻഡ് പവർലെസ്നെസ്. ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെടുത്തലാണ്. ദെൻ പവർലെസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ കഴിവുമില്ലാതെ അല്ലെങ്കിൽ അവരുടെ ഗതികേട്, അതാണ് പവർലെസ്നെസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദരിദ്രരിൽ വലിയൊരു വിഭാഗം മുഖ്യധാരയിൽ നിന്ന് ഒറ്റപ്പെട്ടു കഴിയുന്നവരും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുമാണ്. പട്ടികവർഗ്ഗക്കാരാണ് ഇതിൽ ഏറ്റവും നല്ല ഉദാഹരണം. ഗതികേടിൽ കഴിയുന്ന ഇവർക്ക് അധികാരം പ്രദാനം ചെയ്യാതെ ദാരിദ്ര്യം ഉന്മൂലനം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, മെനി എമംഗ് ദ പുവർ ആർ ഐസൊലേറ്റഡ് ഫ്രം ദ മെയിൻ സ്ട്രീം ആൻഡ് ആർ വോയിസ്ലെസ് ആൻഡ് പവർലെസ്. ഇന്നത്തെ കുറേയധികം നമുക്കറിയാം, ഇന്നിപ്പോൾ പല മേഖലയിലും സംവരണങ്ങൾ നിലനിൽക്കുന്നുണ്ട് അല്ലേ. ആ സംവരണം നിലനിൽക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്തരത്തിലുള്ള താഴെയുള്ള ആളുകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐസൊലേഷൻ ആൻഡ് പവർലെസ്നെസ്, അവർക്ക് ഈ ഒരു മുൻനിരയിലേക്ക് എത്താൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുന്നത് കൊണ്ട് ദേ ആർ ഓൾവേസ് ഇൻ പോവേർട്ടി. ഓക്കെ, ദെൻ മറ്റൊരു കാരണമാണ് ചൂഷിതർ, വൾണറബിലിറ്റി. അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ആരുമില്ലാത്തതിനാൽ ഇവർ ചൂഷകരുടെ പിടിയിൽപ്പെട്ടു പോകാൻ ഇടയുണ്ട്. ഇവർക്ക് യൂണിയൻ ഇല്ലാത്തവരോ അസംഘടിതരോ ആയിരിക്കും. ഇവരെ ചൂഷണം ചെയ്യുക എളുപ്പമാണ്. ഇവർക്ക് മിനിമം വേതനം ലഭിക്കാറില്ല. പലപ്പോഴും എന്താണ്, ജോലി നഷ്ടപ്പെടുകയും ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. സം വോയിസ്ലെസ് സെക്ഷൻസ് വർക്കിംഗ് ഇൻ ദ അൺഓർഗനൈസ്ഡ് സെക്ടർ ആർ വൾണറബിൾ എക്സ്പ്ലോയിറ്റേഷൻ since they are not unionized or organized. They are exploited by employers denying minimum pay. They often lost jobs. നമുക്കറിയാം ഈ പ്രൈവറ്റ് മേഖലയിലൊക്കെ കുറേയധികം ആളുകൾ ഇത്തരത്തിൽ ചൂഷിതരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അവർക്ക് ആവശ്യമായിട്ടുള്ള വേതനം നൽകില്ല. അത് വേതനം ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജോലിഭാരം കൂടുതലായിരിക്കും, വേതനം കുറവായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു സംഘടനയോ അസംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ സംഘടനയോ അവരുടെ തൊഴിലിനെ കുറിച്ച് സംസാരിക്കാൻ ഒരാളും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ മാക്സിമം അത്തരം ആളുകളെ ചൂഷണം ചെയ്യാനായിട്ട് ഈ എംപ്ലോയേഴ്സ് ശ്രമിക്കും. ഓക്കെ, സോ വൾണറബിലിറ്റി ഈസ് ഓൾസോ എ കോസ് ഓഫ് പോവേർട്ടി. അൺസാറ്റിസ്ഫാക്ടറി എക്കണോമിക് ഗ്രോത്ത്, തൃപ്തികരമല്ലാത്ത സാമ്പത്തിക വളർച്ച എന്ന് പറയും. Only a high level of economic growth over a long period of time can generate adequate employment opportunities and income to tackle poverty. In India, economic growth during the first 3 decades since independence has been low. വേണ്ടത്ര തൊഴിലവസരം സൃഷ്ടിക്കുകയും ദാരിദ്ര്യത്തിന് അറുതി വരുത്തുകയും ചെയ്യണമെങ്കിൽ ഉയർന്ന തോതിലുള്ള സാമ്പത്തിക വളർച്ച കുറേ കാലത്തേക്ക് തുടർന്നു പോകേണ്ടതുണ്ട്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷമുള്ള 3 ദശകങ്ങളിലെ സാമ്പത്തിക വളർച്ച വളരെ താഴ്ന്ന തോതിലായിരുന്നു അല്ലേ. സാമ്പത്തിക വളർച്ചയിലുണ്ടായിട്ടുള്ള കുറവും കുറേയധികം വിഭാഗങ്ങളെ ഒരു പോവർട്ടിയിലേക്ക് നയിക്കുന്നു. ദെൻ മറ്റൊന്നാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ജനസംഖ്യാ സ്ഫോടനം. Population explosion causes and aggravates poverty. Poor people beget more children and this aggravates poverty. ജനസംഖ്യാ സ്ഫോടനം ദാരിദ്ര്യമുള്ളവരാക്കുന്നു എന്ന് മാത്രമല്ല രൂക്ഷകരമാക്കുകയും ചെയ്യും. ദരിദ്ര ജനങ്ങൾക്ക് കൂടുതൽ സന്തതികളെ ജനിപ്പിക്കുന്നു, അത് അവരുടെ ദാരിദ്ര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിൻ്റെ മറ്റൊരു കാരണമാണ്. ഒരു രാജ്യത്ത് ധാരാളമായിട്ട് ജനസംഖ്യ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ
അവർക്ക് ആവശ്യമായിട്ടുള്ള തൊഴിൽ, അതേപോലെ തന്നെ റിസോഴ്സസ് ഇതൊക്കെ കണ്ടെത്താനായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ജനസംഖ്യാ വർധനവും എന്താണ്, ഈ ഒരു ദാരിദ്ര്യത്തിന് കാരണമാണ്. ദെൻ നെക്സ്റ്റ് ഈസ് ബാക്ക്വേർഡ് അഗ്രികൾച്ചർ ആൻഡ് ലോ ലെവൽ ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഓക്കെ, അഗ്രികൾച്ചറൽ മേഖലയിൽ ഉണ്ടാകുന്ന ബാക്ക്വേർഡ്നെസ്, അതേപോലെ തന്നെ വ്യാവസായിക മേഖലയിലെ കുറഞ്ഞ ശുഷ്കമായിട്ടുള്ള വ്യവസായവൽക്കരണം എന്ന് പറയും. ഓക്കെ, ഇന്ത്യയിലെ കൃഷി പരമ്പരാഗത രീതിയിൽ തന്നെ തുടർന്നു പോരുന്നവയായിരുന്നു. വ്യവസായവൽക്കരണത്തിന് ശ്രമങ്ങൾ പരിമിതമായിരുന്നു. ഈ രണ്ട് ദൗർബല്യങ്ങളും ചേർന്നപ്പോൾ സാമ്പത്തിക വളർച്ച അതീവ മന്ദഗതിയിലായി. 1950 മുതൽ 1980 വരെ ഇതായിരുന്നു സ്ഥിതി. ഇത് ജനങ്ങളെ ദരിദ്രരാക്കുകയും ചെയ്തു. മറ്റൊരു പോയിൻ്റാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, നാണ്യപ്പെരുപ്പം. ദാരിദ്ര്യരേഖയ്ക്ക് തൊട്ടു മീതെ കഴിയുന്നവരെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാക്കാൻ നാണ്യപ്പെരുപ്പത്തിന് കഴിയും. ഭക്ഷ്യവസ്തുക്കളുടെയും മറ്റ് ആവശ്യ സാധനങ്ങളുടെയും വില വർദ്ധിക്കുമ്പോൾ പാവങ്ങളെയാണത് ദാരിദ്ര്യത്തിലേക്കും തള്ളിയിടുക. People just above the poverty line are pushed into poverty by rising prices, especially of food and essential articles. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെയാണ് പ്രൈസ് റൈസ്, അത്യാവശ്യ വസ്തുക്കളുടെയൊക്കെ വില വർധനവുണ്ടാവുക. ആളുകൾക്ക് ആവശ്യമുള്ള പണം ഇല്ലാത്തൊരവസ്ഥ. ഇത്തരത്തിൽ പ്രൈസ് റൈസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എക്കണോമിയിൽ എന്താണ്, ദാരിദ്ര്യം നിലനിൽക്കും. അപ്പോൾ പണമൊന്നും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ നാണ്യപ്പെരുപ്പം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നൊരു കാരണമാണ്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത് ദാരിദ്ര്യത്തിലേക്ക്, ഇന്ത്യൻ എക്കണോമിയെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് എല്ലാ പോയിൻറ്റുകളും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.